ഹൈപ്പർസോണിക് ആയുധങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റഡാർ സാങ്കേതിക വിദ്യയിൽ അടുത്ത മുന്നേറ്റം കൈവരിച്ചതായി അറിയിച്ച ചൈനീസ് ശാസ്ത്രജ്ഞർ മാക് 20 വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നിലധികം ഹൈപ്പർസോണിക് മിസൈലുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു റഡാർ സംവിധാനം വികസിപ്പിച്ചെടുത്തതായി സിൻഹുവ യൂണിവേഴ്സിറ്റിയുടെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ പറഞ്ഞു. മാക് 20 എന്നത് ശബ്ദത്തിന്റെ 20 മടങ്ങ് വേഗത, അതായത് സെക്കൻഡിൽ 6860 മീറ്റർ വേഗതയാണ്. ചൈനയുടെ അഭൂതപൂർവമായ ഇന്റർസെപ്ഷൻ റഡാറിന് ഈ വേഗതയിൽ പോലും പോകുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. 10 ഇൻകമിംഗ് ഹൈപ്പർസോണിക് മിസൈലുകളെ വളരെ കൃത്യതയോടെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു റഡാറാണിതെന്നും തെറ്റായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഈ റഡാറിന് സാധിക്കുമെന്നും പ്രൊജക്ട് ടീമിന്റെ നേതൃസംഘം പറഞ്ഞു. ഗ്രൗണ്ട് അധിഷ്ഠിത സിമുലേഷനുകൾക്കിടയിൽ ഈ പുതിയ റഡാർ ശ്രദ്ധേയമായ കൃത്യത പ്രകടമാക്കി. ഒരു മിസൈലിന്റെ ദൂരം സെക്കൻഡിൽ 7 കിലോമീറ്റർ വേഗതയിൽ വെറും 28 സെന്റിമീറ്റർ എറർ മാർജിനോടെ സഞ്ചരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മിസൈലിന്റെ വേഗത കണക്കാക്കുന്നതിൽ ഇന്റർസെപ്റ്റർ റഡാറിന് 99.7% വരെ കൃത്യത കൈവരിക്കാൻ കഴിഞ്ഞുവെന്നും മുമ്പ് ചൈനയുടെ ഒരു റഡാറിനും സാധിക്കാത്ത കാര്യം ഉറപ്പാക്കാനാണ് ഇതിലൂടെ സാധിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. റഡാർ സിഗ്നലുകൾ ഉണ്ടാക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വളരെ ഉയർന്ന വേഗതയിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ സർക്യൂട്ട് ബോർഡുകളെ ഈ ഇലക്ട്രോൺ മൂവ്മെന്റ് നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് റഡാർ ഡിസൈനിൽ ലേസറുകൾ ഉൾപ്പെടുത്തി റഡാർ സിഗ്നലുകൾ സൃഷ്ടിക്കുന്നതിനുള്ള വെല്ലുവിളി ടീം അതിജീവിച്ചു. ഈ നീക്കം കീ നോഡുകൾക്കിടയിലുള്ള വിവര കൈമാറ്റം പ്രകാശത്തിന്റെ വേഗതയിലെത്താൻ ടീമിനെ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതുവഴി അൾട്രാ ഹൈ സ്പീഡ് ഒബ്ജക്റ്റുകളെ കൃത്യമായി അളക്കുന്ന സങ്കീർണമായ മൈക്രോവേവ് സിഗ്നലുകൾ സൃഷ്ടിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും റഡാർ സിസ്റ്റത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചു എന്നും റിപ്പോർട്ടുണ്ട്. ചൈനീസ് ജേണലായ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച ഈ പഠന പ്രകാരം ഈ പുതിയ മൈക്രോവേവ് ഫോട്ടോണിക് റഡാറിന് 600 കിലോമീറ്ററിലധികത്തിലുള്ള പരിധി വരെയുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള കഴിവുണ്ട്. ഇതിന്റെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ഡിസൈൻ വ്യോമ പ്രതിരോധ മിസൈലുകളിലോ വിമാനങ്ങളിലോ വിന്യസിക്കാൻ അനുയോജ്യമായതാണ്. അടുത്ത തലമുറയിലെ അഗ്നി നിയന്ത്രണ റഡാറുകൾക്കുള്ള പ്രധാന സാങ്കേതിക വിദ്യയായി സൈനിക വിദഗ്ധർ ഇതിനെ കണക്കാക്കുന്നുമുണ്ട്. ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾ ശ്രദ്ധ വർദ്ധിപ്പിച്ച സമയത്താണ് ചൈനയും ഇതിലേക്ക് തിരിഞ്ഞത്. അമേരിക്കയും ഹൈപ്പർസോണിക് മിസൈലുകൾ സജീവമായി വികസിപ്പിക്കുകയും അവയ്ക്കെതിരായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വേളയിൽ ചൈനയുടെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.